തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. വചനം ശ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദിവസങ്ങളായി യുദ്ധഭീഷണിയുടെ ഇടയിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. നിസാര കാര്യങ്ങൾ ഓതിപ്പെരുപ്പിച്ച് തൻ്റെ കീഴിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്ര തലവന്മാർ അതിൽ ബലിയാടാകുന്നത് ഒന്നും അറിയുകയും കേൾക്കുകയും കൂടി ചെയ്തിട്ടില്ലാത്ത നിരാലംബരായ കുറേ മനുഷ്യജീവിതങ്ങൾ, ഭയന്ന് വിറച്ച് കഴിയുന്ന കുറേ മനുഷ്യർ. ആ രാജ്യക്കാർ തന്നെയാണോ? എവിടെയൊക്കെയോ ഉള്ള മനുഷ്യർ, സ്വന്തം നാട്ടിൽ തീ തിന്നു കഴിയുന്ന അവരുടെ ബന്ധുക്കൾ. എത്രയോ നാളുകൊണ്ട് ഓരോ രാജ്യക്കാരും കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയതൊക്കെ ഒരു മിസൈല് കൊണ്ട് ഇല്ലാതാക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ എന്താണ് ഇതൊക്കെ കൊണ്ട് നാം നേടുന്നത്? മനുഷ്യൻ്റെ മനസ്സിലെ അഹന്തയും അഹങ്കാര ചിന്തയും ഇല്ലാതാകാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നോമ്പ് എന്ന യുദ്ധത്തെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. ഇത് ഒരു ആത്മീയ യുദ്ധമല്ലേ? നോമ്പ് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നോക്കുന്നവർക്ക് ഇതൊരു യുദ്ധമാണ്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോക്കിയാൽ തിന്മയോടും സാത്താനോടും സന്ധിയില്ലാതെ ചെയ്യുന്ന ഒരു യുദ്ധം. ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം നോമ്പ് നോറ്റതായി നമുക്കറിയാം. നോമ്പിന്റെ അവസാനം സാത്താൻ പരീക്ഷിക്കാൻ വന്നു. യേശു ആ സാത്താന്റെ പരീക്ഷണങ്ങളെ വിജയിച്ചതുപോലെ നാമും അജയ്യരാകണം. യുദ്ധഭൂമി എന്നത് നമ്മുടെ ശരീര മനസ്സുകളാണ്. എഫേസ്യർ 6:12 പറയുന്നു, നമ്മുടെ പോരാട്ടം മാംസരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും ശക്തികളോടുമാണ്, തിന്മയോടല്ല നന്മയോടുള്ള പ്രതിബദ്ധതയാണ് യുദ്ധം ചെയ്യുന്ന നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അത് നമ്മുടെ ജീവിത വിജയം മാത്രമല്ല, നമുക്കുണ്ടാകേണ്ട ആത്മസംതൃപ്തിയും കൂടിയാണത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലെ രാഷ്ട്രത്തലവന്മാരുടെ പോലെ ഞാൻ എന്ന ഭാവം ഉള്ളിൽ വളർന്നാൽ ഈ ആത്മീയ യുദ്ധത്തിൽ നാം ഓരോരുത്തരും വീണുപോകും. നമ്മിലുള്ള ആത്മശിക്ഷണത്തിലൂടെ ആകണം ശത്രുവിനെ ജയിക്കാൻ സാധിക്കേണ്ടത്. മനുഷ്യ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്നും പ്രപഞ്ച കേന്ദ്രീകൃത ജീവിതത്തിലേക്കുള്ള ഉണരലാണ് ആത്മീയത. ആത്മശിക്ഷണത്തിലൂടെ വേണം ശത്രുവിനെ ജയിക്കാൻ. ഇയ്യോബ് നേരുള്ളവനായിരുന്നു, ദൈവഭക്തി ഉള്ളവനായിരുന്നു. ഇദ്ദേഹത്തെ പോലെ ഉള്ളവരുടെ ജീവിതകഥ നാം അനുവർത്തിക്കണം. നാം അറയിൽ കയറി പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ തന്നെ വിശുദ്ധ മത്തായി 6:16 യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, വിനയത്തോടും അനുതാപത്തോടും രഹസ്യമായി ഉപവസിക്കാൻ. നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കുക. ലോക സമാധാനത്തിനായി ഈ നോമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ രാഷ്ട്ര നേതാക്കന്മാർക്ക് മനസ്സു തോന്നാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.